ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂലൈ മാസ ഫലം. അത് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാവർക്കും അറിയാം, വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിട്ടുപോയ ഒരു കഴിഞ്ഞ കാലമാണ്. എന്നാൽ അതൊക്കെ മാറിയിരിക്കുന്നു. ഇനിയും ഉയർച്ച ഉണ്ടാകാത്തവർ ആരും തന്നെ കാണുകയില്ല എന്ന് വേണം കരുതുവാൻ. അതായത് ധനസ്ഥാനാധിപനും 5-ാം ഭാവാധിപത്യം കൊണ്ട് ഭാഗ്യഭാവാധിപനും കൂടി ആയിരിക്കുന്ന ആ വ്യാഴഗ്രഹം 9-ാം ഭാവത്തിൽ, ഏറ്റവും വലിയ ഭാവത്തിൽ ഉച്ചം ചെയ്തിരിക്കുകയാണ്. അത് സർവേശ്വരകാരകനാണ്, സർവ്വസമ്പത്പ്രദാത്രിയാണ്. അപ്പോൾ കൂടെ നിൽക്കുന്നതോ അവിടെ തൊഴിൽ സ്ഥാനത്ത് ശുക്രനും കൂടി വന്നിരിക്കുന്നു. നിവൃത്തി സ്ഥാനത്ത് ചൊവ്വ, രാശിയാധിപൻ കൂടിയായിരിക്കുന്ന ചൊവ്വ നിവൃത്തി സ്ഥാനത്തോട്ട് മാറിയിരിക്കുന്നു. പ്രശ്നങ്ങൾക്കെല്ലാം ഒരു നിവൃത്തി ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ജൂലൈ മാസം വൃശ്ചികം രാശിക്കാർക്ക്. അതിന് സംശയിക്കേണ്ട. അതായത് ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അത് ഒക്കെ മാറി ചികിത്സകളൊക്കെ ഫലിച്ച് ആരോഗ്യ വീണ്ടെടുക്കുവാനൊക്കെ സാധിക്കും. പ്രവർത്തന രംഗത്ത് സജ്ജമാകുവാൻ, അത് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളായാലും തൊഴിൽ ചെയ്യുന്നവരോ മറ്റ് പ്രായമായവരോ തീരെ കൊച്ചു കുട്ടികളോ ഒക്കെ ആണെങ്കിലും രോഗാവസ്ഥകളൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുത്ത് അവർ പൊതുവെ ഉന്മേഷവും അതുമൊക്കെ തേജസ്സുമൊക്കെ തിരിച്ചു വരുവാനായിട്ട് ഭാഗ്യമുള്ള ദൈവാധീനമുള്ള മാസമാണ് ജൂലൈ മാസം. അധികം തണുപ്പടിക്കാതെയൊക്കെ എങ്കിലും വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളും പ്രായമായവരും. അതുപോലെ തന്നെ തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. ചൂട് ഇല്ലാത്ത നമ്മുടെ ഇപ്പോഴും മഴയൊക്കെയുള്ള നമ്മുടെ നാട്ടിലുള്ളവരെ സംബന്ധിക്കുന്നിടത്തോളമാണ് പറയുന്നത്. എന്നാൽ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും നല്ല തീഷ്ണമായ ചൂടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടുത്തെ ഉദ്ദേശിച്ചല്ല. അപ്പോൾ എന്തായാലും ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ധാരാളം പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നതും നല്ലതാണ്. തേജസ് വർദ്ധിക്കുന്നതിനും വൈറ്റമിൻസ് ഒക്കെ കിട്ടുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുന്നതിനും ഒക്കെ വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെയാണ് പ്രസിദ്ധി വന്നു ചേരുക, ശ്രേയസ് വർദ്ധിക്കുക. ഇതുവരെ ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ വന്നുപെട്ട്, അതായത് കടം വാങ്ങിയ പണം കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റിയില്ല, അത് ഏതൊരു വ്യക്തികൾക്കും സംഭവിക്കുന്നതാണ്. അത് ചില ആൾക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വലിയ കൃത്യനിഷ്ഠയൊക്കെ പറയും, എങ്കിലും ചിലപ്പോൾ പൈസ ഒന്നും കൊടുക്കാനൊന്നും പറ്റിയെന്ന് വരികയില്ലല്ലോ. അങ്ങനെയൊക്കെ മാനാപമാനങ്ങളിലോ ഒക്കെ പെട്ടുകിടക്കുന്നവർ അത് കൃത്യസമയത്ത് തന്നെ ധനം തിരിച്ചു കൊടുക്കുന്നതിന് ഒക്കെ ഒത്തുവരുവാൻ, പണം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിച്ചാൽ ഈ ജൂലൈ മാസത്തിൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവം അവിടെ രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ പലതരത്തിലും വിഘടനവാദികളായിട്ടുള്ള ആൾക്കാർ കുടുംബത്ത് തന്നെയോ കുടുംബത്തിൽ നിന്ന് പുറത്തു നിന്നോ ഒക്കെ, അത് തൊഴിൽ സ്ഥലത്തായാലും വിഘടനവാദികൾ വന്ന് വളരെ മാനസിക സമ്മർദ്ദത്തിലാക്കുവാനൊക്കെ സൂചനയുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് മേലധികാരികളെയൊക്കെയാണ്. മേലധികാരികൾ, പ്രത്യേകിച്ച് സഹപ്രവർത്തകർ, പരമാവധി ടോർച്ചർ ചെയ്യുക. ഒരു കാര്യവുമില്ലാതെ അവർ വിചാരിക്കണം അവർക്കും കഷ്ടകാലം വരും, അപ്പോൾ അവർക്ക് ധനനഷ്ടമുണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, തൊഴിൽ രംഗത്ത് ഇതുപോലെ ആരെങ്കിലും പീഡിപ്പിക്കാനുണ്ടാകും, അന്നേരം പഠിച്ചോളൂ എന്ന് വിചാരിച്ച് ക്ഷമയോടുകൂടി വിട്ടുവീഴ്ചയോടുകൂടി ചെയ്യുക. നിങ്ങൾക്ക് വിജയിക്കുവാനായിട്ട് അത് ഒരു വലിയ ആയുധമാണ്. ക്ഷമ, വിട്ടുവീഴ്ച. അവസരം കിട്ടുമ്പോൾ നല്ല ഒരു സ്ഥാപനത്തിലേക്ക്, നല്ല സഹപ്രവർത്തകരുള്ള സ്ഥാപനത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ സ്വന്തമായ ബിസിനസ്സുകളൊക്കെ ചെയ്യുക. നല്ല ഇടപാടുകാരുമായിട്ട് ഇടപെടുക. ദേഷ്യം കൊണ്ട് ഒന്നും നേടുവാനില്ല, വൈരാഗ്യം കൊണ്ടോ പിണക്കം കൊണ്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്ന ഒരു മാസവും കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ വന്നു ചേരുക. ശത്രുതയൊക്കെ ധാരാളം ഉള്ള ഒരു വർദ്ധിച്ചിരുന്ന ഒരു കാലമാണ്. ആ കാലമൊക്കെ പോയി. ഇനിയിപ്പോൾ ശത്രുക്കൾ മിത്രഭാവേന കൂടും. എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ സാമ്പത്തികം വരാൻ പോകുന്നു, ആരോഗ്യം വർദ്ധിക്കുന്നു, തൊഴിൽ പുരോഗതി വരാൻ പോകുന്നു, തൊഴിൽ രംഗത്ത് ഒരു പ്രമോഷൻ വന്നു ചേരുവാൻ, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം വന്നു ചേരുവാൻ, നമുക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ വന്നു ചേരുവാൻ, അത് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും അതായത് ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്.
ഇനി അതല്ല, സ്വന്തം നാട് വിട്ടൊക്കെ ബിസിനസ് ചെയ്തവർക്ക് സ്വന്തം നാട്ടിൽ വന്ന് ഒരു ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാം എന്ന് തോന്നിയാലും മതിയല്ലോ. അത് അനുകൂലമായിട്ട് കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുവാൻ ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയം. അതുപോലെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണം. പ്രത്യേകിച്ച് ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസവും ചെയ്യുന്നവരും തൊഴിൽ കാര്യവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതായത് പല വിധത്തിലുള്ള ഈ അലസത വന്നു പെടുക, കൃത്യനിഷ്ഠയോടുകൂടി പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, ഡിലേ ആയി പോവുക. അങ്ങനെയൊക്കെ വന്നാൽ ഇന്നത്തെ നോട്ട് നാളെ എഴുതാം, അല്ലെങ്കിൽ നാളെ പഠിക്കേണ്ടത് മറ്റന്നാളാകാം എന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വെച്ച് പരീക്ഷയാകുമ്പോൾ അത്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാതെ വരിക, അപ്പുറത്ത് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഒരാളുണ്ടാകുകയും അവസരം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുവാൻ സൂചനയുള്ളതിനാൽ പഠന കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. ഒരു കാരണത്താലും അധിക സമയം പഠനത്തിനായിട്ട് മാറ്റിവെച്ചാൽ വിജയം സുനിശ്ചിതമായിട്ടും വന്നു ചേരും. അതിന് സംശയിക്കേണ്ട. അതിന് വിദ്യാഗോപാലയന്ത്രമൊക്കെ ധരിക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ. അതായത് ശനി ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടുവാനും ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനും ഒക്കെ വളരെ അനുകൂലമാണ്. അതുപോലെയാണ് ദമ്പതികളായിട്ടുള്ളവർ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ഉള്ളവർ, അവർക്ക് ചില കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ക്ലേശങ്ങളോ മനസ്സിൽ ഇണങ്ങിയ രീതിയിൽ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടക്കുന്നില്ല എന്നുള്ള ഒരു പരിഭവമോ പരാതിയോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാര മധ്യമൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിവെച്ചാൽ ഈ മാസം വളരെ സന്തോഷകരമായിട്ട് പോകുവാൻ സൂചനയുണ്ട്. അതായത് ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് അങ്ങനെയാണ്. ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനാണല്ലോ ശുക്രൻ ഈ വൃശ്ചികം രാശിക്കാർക്ക്. അപ്പോൾ ആ ശുക്രൻ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നു. ദൈവാധീനവും ഉണ്ട്. ചൊവ്വ നിവൃത്തി സ്ഥാനത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. സംസാരം കൈവിട്ടു പോകരുത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആരുമായിട്ട് സംസാരം ദേഷ്യമൊക്കെ ഉണ്ടായി കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ദമ്പതികളായിട്ടുള്ളവർ വളരെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞുകൊള്ളുക. ഓരോരുത്തർക്കും ചില പരിമിതികളൊക്കെ ഉണ്ട്. ഓരോ വ്യക്തികൾക്ക് അവരുടേതായ ആ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ മാസം ഈ നക്ഷത്രക്കാർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരും. പുരോഗതിയുള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ വിദേശത്തായിരിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. വിദേശത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് അങ്ങനെയാണ് കാണുന്നത്. അതായത് തൊഴിൽ സ്ഥാനത്ത് ജലഗ്രഹം സ്ഥിതി ചെയ്യുകയും വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപൻ ആണ് അത് സ്ഥാനഭ്രംശസ്ഥാനം. അങ്ങനെ നോക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് വിട്ട് മാറി നിൽക്കുക. അത് വിദേശം എന്ന് പറയുമ്പോൾ സപ്തസാഗരങ്ങൾ കടന്ന് യൂറോപ്യൻ കൺട്രികളിൽ പോകുന്നവർക്കും ആകാം. എല്ലാവരും അങ്ങനെ പോകുന്നവരല്ലല്ലോ, അല്ലെങ്കിൽ ഗൾഫിൽ പോകുന്നവരല്ല. സ്വന്തം നാട്ടിൽ നിന്ന് മാറി, വീട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ, അതായത് പുതിയ ജോലി കിട്ടുന്നവർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു നല്ല സന്ദർഭമാണ്. അത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അത് ബാധകമാണ്. അതായത് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും IT മേഖല ജോലി ചെയ്യുന്നവരോ വാഹന സംബന്ധമായ ജോലി ചെയ്യുന്നവരോ, ഇനി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനവധിയായ തൊഴിലുകളുണ്ട്. അതുപോലെ കലാകാരന്മാരെ ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും നമ്മുടെ നാട് വിട്ട് ചില പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നതിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും, സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നവർ ധാരാളം ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ വാർത്താവിനിമയ വിഭാഗവുമായി ബന്ധപ്പെട്ട ചാനലിലൊക്കെ ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന കലാകാരന്മാർക്ക് തൊഴിൽ രംഗത്ത് അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ സ്ഥാനത്ത് കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു. അത് വളരെ പ്രത്യേകതയാണ്. വിജയിക്കും. പലതരത്തിൽ പ്രസിദ്ധി വന്നു ചേരുക, സമൂഹമധ്യത്തിൽ വെച്ച് ഒരു അംഗീകാരം കിട്ടുക, അതിനൊക്കെ അത് കലാകാരന്മാർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അത് അവർക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോൾ എത്ര നാളത്തെ ത്യാഗം സഹിച്ചാണ് ഒരു കലാകാരൻ ഒരു പ്രകടനം നടത്തുന്നത്. ആ പ്രകടനത്തിൽ സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടുകയാ എന്ന് വിചാരിച്ചാൽ അത് ധനം മാത്രമല്ല, അത് പിന്നീട് ധനം വന്നുകൊള്ളും. ധനമൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനോ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനും അതുപോലെ തന്നെ വാഹനം വാങ്ങുന്നതിനോ ഗൃഹം പുതുക്കി പണിയുന്നതിനോ ഒക്കെ ഈ ജൂലൈ മാസത്തിൽ വൃശ്ചികം രാശിക്കാർക്ക്
അഭിവൃദ്ധികൾ വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നമ്മളാൽ കഴിയാവുന്ന രീതിയിലൊക്കെ വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യുക, വിജയിക്കും. നാഗരാജാവിന് ഒരു മഞ്ഞൾ കൂടി സമർപ്പിക്കുക. വിഘടനവാദികളായ ശത്രുക്കളുടെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കുൽസിത ബുദ്ധികൾ മൂലം നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നാഗരാജാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുക തന്നെ ചെയ്യും. ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശത്രുതയൊക്കെ വിട്ടുപോകുവാൻ ഏറ്റവും ഉത്തമമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അതുകൂടി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ചാനൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ട്. എല്ലാവർക്കും നമസ്കാരം.